ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തീർത്ഥാടകരായി വന്ന ഭക്തജനങ്ങളുമായിട്ടുള്ള ഒരു സത്സംഗത്തിൽ അരുവിപ്പുറത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഗുരുവിൻ്റെ തപസ്സിനെക്കുറിച്ചും അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയെക്കുറിച്ചും അന്ന് ഇവിടെ ശങ്കരൻകാട്ടിൽ ഗുരു ഒറ്റയ്ക്ക് കഴിഞ്ഞതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നിങ്ങളിൽ എത്ര പേർ ഈ അരുവിപ്പുറത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ ശിവഗിരിയിൽ വന്നപ്പോൾ കുറച്ചു നേരം ശാന്തമായി അവിടെ ഇരുന്ന് ഗുരുവിൻ്റെ സന്നിധിയിലിരുന്ന് ധ്യാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ലായിരുന്നു. തീർത്ഥാടകരായിട്ട് വരുന്ന ഭക്തജനങ്ങൾ, അല്ലാത്ത സമയത്ത് വരുന്ന ഭക്തജനങ്ങൾ, ഇവരെല്ലാം നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ടൂർ പോലെ ആണ് അതിനെ കാണുന്നത്. ഒരു ബസ് വിളിക്കുന്നു, അതിൽ ഇന്ന സ്ഥലങ്ങൾ കയറണം, ഇന്ന സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കണം, ചില കാഴ്ചകൾ കാണണം, കന്യാകുമാരി പോകണം, ഇങ്ങനെ പല ഇതിലൂടെ തിരിച്ച് വീട്ടിലെത്തുക. പക്ഷേ ഗുരു തപസ് ചെയ്ത അരുവിപ്പുറത്തും കൊടിതൂക്കി മലയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പിള്ളത്തടത്തിലും മരുത്വാമലയിലെ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ ശാന്തമായ അന്തരീക്ഷത്തിൽ കുറച്ച് സമയം ജപിക്കുവാനും ധ്യാനിക്കുവാനും എന്തുകൊണ്ട് മനസ്സ് അനുവദിക്കുന്നില്ല? അപ്പോൾ ഈ യാത്രയിൽ മാത്രം പോരാ, ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ആരുടെ ജീവിതത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. കാരണം മനസ്സ് 24 മണിക്കൂറും പുറത്തേക്കാണ് പോകുന്നത്. ആ പുറത്തേക്ക് പോകുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും ഒരുപാട് എനർജി നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിനെ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ദിവസവും അരമണിക്കൂറെങ്കിലും ധ്യാനിക്കുവാനുള്ള സമയം കണ്ടെത്തണം. വലിയ ആളുകളെല്ലാം അങ്ങനെയായിരുന്നു. നമ്മുടെ APJ അബ്ദുൽ കലാമിനെയൊക്കെ നോക്കിയാൽ അറിയാം, അവരൊക്കെ യോഗയും ധ്യാനവുമൊക്കെ മുടങ്ങാതെ ചെയ്യുന്നവരായിരുന്നു. ഗുരുവിൻ്റെ സന്നിധിയിൽ വരുമ്പോഴും ഗുരു നമുക്ക് അങ്ങനെ മാതൃക കാണിച്ചിട്ടുള്ളതാണ്. കുട്ടികൾ അതുപോലെ വലിയവരെല്ലാം കുറച്ച് സമയം ഇങ്ങനെയുള്ള ഇവിടെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നദീതീരത്തോ ഗുഹയിലോ അതുപോലെ മലയിലോ ഗുരുവിൻ്റെ സന്നിധിയിലൊക്കെ ഇരുന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് ആ ഒരു ആനന്ദ അനുഭൂതി ഉണ്ടാകും. ഈ മനസ്സിൻ്റെ ചാട്ടം, അതിൻ്റെ ഓട്ടം, അതിൻ്റെ അസ്വസ്ഥതകൾ ഒക്കെ മാറിക്കിട്ടും. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുമ്പോഴാണ് അവരോട് ആരും തന്നെ ഈ വക കാര്യങ്ങൾ പറയാറില്ല. അമ്പലത്തിൽ പോകുന്നു, അവിടെ പുഷ്പാഞ്ജലിയോ അതുപോലെ എന്തെങ്കിലും ഒരു പൂജ എഴുതുന്നു, ആ പ്രസാദം വാങ്ങിക്കുന്നു, അവർ പോകുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരുവിധ കാര്യവും അവർക്ക് കിട്ടുന്നില്ല. മറിച്ച് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ സ്വയമായിട്ട് പ്രയത്നിക്കണം. അവരവരുടെ ഇഷ്ടദേവതയുടെ മന്ത്രം, ആ മന്ത്രം ജപിക്കുക. മിനിമം ഒരു 108 പ്രാവശ്യം. അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്നിട്ട് മന്ത്രം ജപിക്കാം. ഇനി ഇഷ്ടദേവത ഇല്ല എങ്കിൽ ഓം ജപിക്കാം. അത് കഴിഞ്ഞിട്ട് ഹൃദയത്തിൽ ഒരു താമരയെ സങ്കല്പിച്ച് ഒരു പ്രകാശത്തെ സങ്കല്പിക്കാം.
അതല്ലെങ്കിൽ ഇഷ്ടദേവതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേവതയെ നമുക്ക് ധ്യാനിക്കാം. അതുമല്ല എങ്കിൽ നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മളുടെ ശ്വാസക്രമത്തെ, ശ്വാസം എങ്ങനെയാണ് അകത്തേക്ക് വരുന്നത്, അത് പുറത്തേക്ക് പോകുന്നത്, അതിൽ നമുക്ക് നിരീക്ഷിക്കാം. ഇനി നമ്മുടെ ചിന്തകളെ നമുക്ക് നിരീക്ഷിക്കാം. എല്ലാം ധ്യാനം തന്നെയാണ്. ഇവിടെ സംഭവിക്കുന്നത്, ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ആ ചിന്തകളുടെ കൂടെ നമ്മൾ പോകരുത്. നമ്മളൊരു നിരീക്ഷകനായി ഒന്നിലും പെടാതെ സാക്ഷിയ ഭാവത്തിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നിരന്തരമായി നമ്മൾ ശ്രമിക്കുമ്പോൾ കൃത്യമായി മനസ്സ് നമ്മുടെ കയ്യിൽ വരും. അർജുനനോട് കൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചപ്പോൾ അർജുനൻ പറയുകയാണ്, ഈ മനസ്സിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളതാണ്. വായോരിവ സ്വനിഗ്രഹം. വായുവിനെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചു കെട്ടാം, പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം കാഠിന്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിശക്തമായ ഈ മനസ്സിനെ, ഓരോരുത്തരുടെയും മനസ്സിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് അപകടം നമുക്ക് തന്നെയാണ് വരുത്തി വെക്കുന്നത്. തീർച്ചയായും ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിച്ചെല്ലണം. വീട്ടിൽ അതിന് സമയം കണ്ടെത്തണം. ഇതുപോലെയുള്ള സങ്കേതങ്ങളിൽ വരുമ്പോൾ, ശിവഗിരിയിലും അരുവിപ്പുറത്തും കുന്നുംപാറയും മരുത്വാമലയൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റെങ്കിലും ഭഗവാൻ അന്ന് തപസ് ചെയ്ത ആ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ ഈ ഓട്ടത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ നമുക്കിരിക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെടുന്ന എനർജി നമുക്ക് തിരിച്ചെടുക്കാം. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒരു ബാലൻസ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ തേടുന്ന ആ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഏവർക്കും നമസ്കാരം.